ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇസമോളുടെ ഡ്രസ് കളക്ഷൻസ് ആണ്. ഇസമോളുടെ കയ്യിലുള്ള കുറച്ച് ഡ്രസ് കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഒരു പിങ്ക് കളറുള്ള ഒരു ഫ്രോക്കാണിത്. അപ്പോൾ കൂടുതലും ഇസമോൾക്ക് ഫ്രോക്കാണ് കേട്ടോ ഉള്ളത്. എനിക്ക് ഇടിപ്പിക്കാനായിട്ട് ഇഷ്ടം കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. പക്ഷേ കൂടുതലും ഇവിടുത്തെ കളക്ഷൻസ് എന്ന് പറയുന്നത് ഇസമോളുടെ കയ്യിലുള്ളതെന്ന് പറയുന്നത് കൂടുതലും ഇങ്ങനെയുള്ള ഫ്രോക്കുകളാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പിങ്ക് ഷെയ്ഡ് അവിടെ ഒരു ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ ബാക്കിലൊരു ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് പിന്നെ ഇനി അടുത്തത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് എന്ന് പറയുന്നത് നിറയെ ഗിൽറ്റഡ് ആയിരുന്നു. ഇവിടെ നിറയെ ഗിൽറ്റായിരുന്നു. നമ്മൾ അവളെ ഇതിട്ടുണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മേത്ത് വരെയും ഗിൽറ്റാവും. അതേപോലത്തെ ഡ്രസ്സായിരുന്നു ഇത്. അപ്പോൾ ഇതും സിമ്പിളാണ്. അങ്ങനെ വലിയ ഇങ്ങനെ നമ്മൾ കൊച്ചിന് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിക്കൂല ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്രത്യേകിച്ച് ഇപ്പോൾ ഗിൽറ്റൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ 1-2 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഗിൽറ്റൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഫ്രീ ആയിട്ട് നമുക്ക് ഇടിപ്പിക്കാം അവളെ, നമുക്കും പ്രശ്നമില്ല. അപ്പോൾ ഇത് ഇസയുടെ എന്തോ സെക്കൻഡ് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് ആയിരുന്നു ഇത്, ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ അടുത്ത ഫ്രോക്ക് ഇതും സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമുക്ക് ക്രിസ്മസിനൊക്കെ ഇടാൻ പറ്റിയ ഒരു ഫ്രോക്കാണ്. അപ്പോൾ ഇത് ശരിക്കും ക്രിസ്മസിന് തന്നെ എടുത്തതാണ്. അതാണ് ഈ ഒരു കളർ വന്നേക്കുന്നത്, റെഡും വൈറ്റും കൂടി വന്നേക്കുന്നത്. അപ്പോൾ ഇതും നമുക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ, അല്ലാണ്ട് നമ്മളൊന്നും മേടിച്ചതൊന്നുമല്ല. ഇത് ഇസമോളുടെ 3rd ബർത്ത്ഡേക്ക് എടുത്ത ഒരു ഫ്രോക്കാണിത്. ഇതൊരു സിമ്പിളാണ്. അങ്ങനെ വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അവർക്ക് സിമ്പിളായിട്ട് ഇട്ടിട്ട് നടക്കാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രോക്കാണിത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇതൊക്കെ സീക്വൻസ് പോലത്തെ ഉള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട്. ഒന്നുമില്ല, സിമ്പിളാണ്. നമുക്ക് സാധാരണ ഫ്രോക്ക് ഇവിടെ നിന്നല്ലേ അങ്ങ് തുടങ്ങുന്നത്. അപ്പോൾ ഇത് ഇവിടെ മുതലേ ഉള്ളൊരു മോഡലാണ്. അപ്പോൾ നല്ല രസമാണ് അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്രോക്കാണ്. അപ്പോൾ ഇത് ഇത്തിരി വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണുന്ന പോലെ ഇല്ല, പക്ഷെ നല്ല ഭംഗിയാണ്. ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. പിന്നെ ഇതായി ഒരു യെല്ലോ, ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു റിലേറ്റീവ്സിൻ്റെ ഒരു കൊച്ചിനെ എടുത്തു കൊടുത്തിട്ട് അവൾ വലുതായി കഴിഞ്ഞപ്പോൾ ഇവള് വന്നപ്പോൾ തിരിച്ച് നമുക്കത് തന്നെ തന്നു. അപ്പോൾ അതാണ് ഈ ഒരു ഫ്രോക്കിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രോക്കാണ്. ഇസമോൾക്ക് ഇടുമ്പോൾ തന്നെ നല്ല സിമ്പിളാണ്. അവൾക്കും ഭയങ്കര കംഫർട്ടബിൾ ആണ്. ചൂട് സമയത്തായാലും നമുക്ക് ഇത് ഇടാം. ഭയങ്കര സിമ്പിളാണ്, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഇതൊക്കെ വന്നേക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ബാക്കിൽ ഇങ്ങനെ. അപ്പോൾ അടുത്ത ഫ്രോക്ക് എന്ന് പറയുന്നത് ഒന്നും പറയാനില്ല. ഇത് ഇസമോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുമല്ലോ, അപ്പോൾ ഇടാൻ വേണ്ടി വാങ്ങിച്ച ഡ്രസ്സാണ്. അപ്പം നമ്മളിത് ഇടിപ്പിച്ചായിരുന്നു, പക്ഷെ എന്നവൾക്കിത് ഫുള്ളായിരുന്നു. ഇപ്പം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ മുട്ടിൻ്റെ അവിടം വരെ വന്ന് നിൽക്കും ഇത്. പക്ഷേ എന്നാൽ ആ സമയത്ത് ഇത് 1 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മളിത് ഇടിപ്പിക്കുമ്പോൾ ഇത് ശരിക്കും അവൾക്കൊരു ഗൗണായിരുന്നു. പിന്നെ ഇത് അത്യാവശ്യം വെയിറ്റുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇസമോക്ക് വേണ്ടി വാങ്ങിച്ച ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇത് നിറച്ചിങ്ങനെ ഫ്ലവറാണ്, നല്ല ഭംഗിയാണിത്. നല്ല പർപ്പിൾ കളറിലൊരു ഡ്രസ്സാണിത്. അടുത്തത് നമുക്ക് എന്തെങ്കിലും വല്ല പാർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല ഫങ്ഷനോ വെഡ്ഡിങ്ങോ അങ്ങനത്തെ ഇതിനൊക്കെ ഇടാൻ പറ്റിയ ഒരു ഫ്രോക്കാണ്. അപ്പോൾ ഇത് ശരിക്കും വെൽവെറ്റാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു വെൽവെറ്റിൻ്റെ വള്ളിയാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ല എന്തോ ഒരു പീച്ച് പോലത്തെ ഒരു കളറാണ്. പീച്ചും അല്ല, അതിൻ്റെ ഈ കളറിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷെ നല്ല അടിപൊളി ഇടിവെട്ട് കളറാണെന്ന് പറയാം. അടുത്തത് ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഇത് ഇസമോളുടെ സ്കൂളിൽ ഡാൻസിന് വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സാണ്. എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ഈ ഒരു ചെറിയൊരു ഇത് കഷ്ണമുണ്ട്, അത് നമ്മളിതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കഴുത്തേൽ ഇതിങ്ങനെ വരും. എന്നിട്ട് ഇങ്ങനെ വള്ളി വെച്ച് ഇങ്ങനെ കെട്ടിക്കൊടുക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കൈ വരുന്നതാണ് ഇത്. അപ്പോൾ ഈ കൈയും നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കും. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ആ ഒരു സ്റ്റൈല് മാറും.
കണ്ടോ, ഇങ്ങനെ വരും, കൈ രണ്ടും ഇങ്ങനെ വരും. അപ്പം ഇതൊരു നല്ലൊരു എന്താ പറയുക പിസ്ത കളറാണിത്. അപ്പം ഇത് ഞാൻ അടുത്തത് അടുത്തത് ആ സിമ്പിളാണ്. ഇതും സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന ഒരു എന്താ വെഡ്ഡിങ്, റിസപ്ഷൻ, അങ്ങനെയുള്ള ഫങ്ഷൻസിനൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു എന്താ ഫ്രോക്കാണ്. അപ്പോൾ കൂടുതലും മിസ് മോൾക്ക് ഞാൻ പറഞ്ഞില്ലേ എന്താ കൂടുതലും ഫ്രോക്കുകളാണ്, ക്യാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ വളരെ കുറവാണ്. അപ്പം നമ്മൾ ഞാനങ്ങനെ ഫ്രോക്കുകൾ മേടിക്കാറില്ല. ഞാൻ കൂടി വന്നിട്ടുണ്ടെങ്കിൽ അന്ന് എന്താണ് ബർത്ത്ഡേക്ക് മാത്രം, ഞാൻ മിസ്സമ്മളുടെ ബർത്ത്ഡേക്കാണ് ഞാൻ എന്താ ഫ്രോക്ക് മേടിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിലേറ്റീവ്സ് തരുന്നതും ഗിഫ്റ്റ് കിട്ടുന്നതൊക്കെ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ശരിക്കും ബിസ്ക്കറ്റ് കളറാണ്. ബിസ്ക്കറ്റ് കളറിൻ്റെ അവിടെ നെറ്റ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതും സിമ്പിളാണ്, ബ്യൂട്ടിഫുള്ളാണ്. ഇനി അടുത്തത് ഇതൊരു പേളാണ്. ഇത് ഫുള്ള് പേളാണ്, ഗ്രീന്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ക്ലോത്ത് വന്നിട്ട് ബാക്ക് സൈഡൊക്കെ കണ്ടു, ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആണ്. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഫുൾ പേളാണിത്. ഇത് നമുക്ക് ഫങ്ഷൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകളാണ്. പിന്നെ ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു ഗ്രീൻ കളറിലൊരു, ഗ്രീനും അല്ല, ഒരു പീക്കോക്ക് ബ്ലൂ എന്നൊക്കെ പറയില്ലേ, അതാ. അപ്പം ഇത് ഫങ്ഷന് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകളാണ്. നമ്മൾ ഇതൊന്നും അങ്ങനെ പൈസ കൊടുത്ത് മേടിച്ചതല്ല, നമുക്ക് ഇങ്ങനെ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ നമുക്ക് തരുന്ന ആ ഒരു ഇതാണ്. കൂടുതലും ഞാൻ മേടിക്കുകയാണെങ്കിൽ ഞാൻ കൂടുതലും ക്യാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സുകളെ ഞാൻ മേടിക്കാറുള്ളൂ. എനിക്ക് അതാണ് ഇഷ്ടം. കാരണം നമ്മൾ എപ്പോഴും നമ്മൾ ഡെയിലി ആയാലും നമുക്ക് കുട്ടീനെ നമ്മൾ പാർക്കിലും അതുപോലെ തന്നെ ബീച്ചിലും ഷോപ്പിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊന്നും ഇടിപ്പിച്ചല്ലല്ലോ നമ്മൾ കൊണ്ടുപോകുന്നത്. നമ്മൾ കൂടുതലും ക്യാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് നമ്മൾ ഉടുപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതെടുക്കാനേ നമ്മൾ കൂടുതൽ ശ്രമിക്കുകയുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതാണ് നമുക്ക് കൂടുതലുള്ളത്. അപ്പോൾ ഇതൊരു വലിയൊരു ഗൗണാണ് ഇത്. അപ്പോൾ ഇത് നമ്മളൊരു വെഡ്ഡിങ്ങിൻ്റെ ഇതിന് വേണ്ടി നമ്മളെടുത്താണ്. ഇത് ഭയങ്കര ക്യൂട്ടാണിത്. ഭയങ്കര എന്താണ് ഫുള്ളാണ്, നമുക്ക് ഫുള്ളല്ലേ, നല്ല ലോങ് ടോപ്പാണെന്ന് തന്നെ പറയാം. ഗൗണാണ് ശരിക്കും ഇത്. പിന്നെ അടുത്ത സെക്ഷൻ അടുത്തത് ആ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഇതാണ്. നമുക്ക് ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ടൈപ്പിലൊരു ഫ്രോക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ ഷോപ്പിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇടിപ്പിക്കേണ്ടതെന്ന് കരുതിയിട്ടാണ്. ശരിക്കും ഫ്രോക്കിൻ്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ക്യാഷ്വൽ ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു ജംപ് സ്യൂട്ടാണ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എവിടെ പോകുമ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജംപ് സ്യൂട്ടാണ് ഈ കാണുന്നത്. പിന്നെ ഇതും ഒരു ജംപ് സ്യൂട്ട് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ക്യാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇതൊക്കെ, ജംപ് സ്യൂട്ടുകൾ. അടുത്തത് ആ ഒരു സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണിത്. അപ്പോൾ ഇതും നമുക്ക് എന്താണ് ക്യാഷ്വൽ ആയിട്ടുള്ള ഇതാണ് ഒരു ടോപ്പ്. അതുപോലെ തന്നെ നമുക്ക് ക്രിസ്മസിനൊക്കെ ഇടാൻ പറ്റിയ ഒരു ടോപ്പും പിന്നെ ഇതിൻ്റെ അടിയിലൊരു സ്കേർട്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്കേർട്ടും ടോപ്പും പിന്നെ ഒരു ഷ്രഗും കൂടി വന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ക്രിസ്മസിനൊക്കെ ആ സമയത്തൊക്കെ നമ്മൾ ഇതിങ്ങനെ ഇടിപ്പിക്കും. പിന്നെ ഇതൊരു സ്കേർട്ടാണിത്. ആക്ച്വലി അല്ല, ഇതൊരു ഫ്രോക്കായിരുന്നു. അപ്പം അത് ഞാൻ വെട്ടിയ ഒരു സ്കേർട്ട് പോലെ ആക്കിയതാണ്. അപ്പോൾ ഈ സമയത്ത് എന്തെങ്കിലും ടോപ്പിൻ്റെ കൂടെയൊക്കെ ഇടാലോ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. അപ്പം ഇങ്ങനെ ഇരിക്കും ഇത്. നെക്സ്റ്റ് ഈ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഇതൊരു പലാസോ മോഡലുള്ളൊരു പാൻ്റാണിത് ശരിക്കും. ഇതൊരു പാൻ്റാണ്, പലാസോ വിത്ത് ഈ ടോപ്പ് ഇങ്ങനെ വരും. അടുത്തത് ഈ ഒരു
ടോപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് വണ്ണമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഇതൊക്കെ ഇടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് വണ്ണമൊക്കെ തോന്നിക്കും. അപ്പോൾ ഈ ഒരു ടോപ്പ് അതിൻ്റെ കൂടെ നമുക്കൊരു ഇതും കൂടി ഉണ്ടായിരുന്നു നിക്കർ. പക്ഷെ ഇത് അവൾക്ക് ഇത്തിരി വലുതാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇടിപ്പിച്ചിട്ടില്ല. ഇത് ഞാൻ ഇടിപ്പിക്കാറുണ്ട്, ഇത് ഞാൻ ഇടിപ്പിച്ചിട്ടില്ല, ഇത്തിരി വലുതാണ്. അപ്പോൾ ഇത് കണ്ടോ, വിലപ്പോലും പൊടിച്ച് കളഞ്ഞിട്ടില്ല. ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അടുത്തത് ആ ഒരു പട്ടുപാവാടയാണ്. അപ്പോൾ ഇത് ഭയങ്കര പെർഫെക്ഷൻ ആയിട്ടാണ് തയ്ച്ചേക്കുന്നവർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കൈയുടെ ഒരു ഇത് വന്നേക്കുന്നുണ്ടോ, ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഇങ്ങനെ പട്ടുപാവാടയ്ക്ക് ഇങ്ങനത്തെ പിള്ളേർക്ക് തയ്ക്കുന്നത്. അപ്പോൾ പിള്ളേർക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും. അപ്പോൾ ഇത് ഇങ്ങനെ വരുമ്പോൾ വണ്ണമില്ലാത്തവർക്ക് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ പറ പോലത്തെ ഉള്ള ഒരു കൈ വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ സ്കേർട്ടാണ് കാണുന്നത്. ഈ ഒരു സ്കേർട്ടും ഇത് നോർമലി നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴും അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ള, അല്ലാണ്ട് ഉപയോഗിക്കുന്നില്ല. ഇതും നമ്മൾ വെഡ്ഡിങ്ങിന് വേണ്ടി നമുക്ക് എടുത്തത് ഒരു പട്ടുപാവാടയാണ്, എടുത്ത് തന്നതാണ് വെഡ്ഡിങ്ങിന് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും നമ്മൾ ഇനി അമ്പലത്തിലൊക്കെ പോകുമ്പോൾ മാത്രമേ നമ്മളിത് യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഓണം വന്നം. എന്താ ഒരു ജീൻസും. ഇനി ഇത് ഞാൻ മീഷോയിൽ നിന്ന് എടുത്താണ്. ഈ ജീൻസ് അല്ല, ഈ ഒരു ടോപ്പ് ഞാൻ മീഷോയിൽ നിന്ന് എടുത്താണ്. അധികം പ്രൈസൊന്നും ഇല്ല, സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണ്. നമുക്ക് എവിടെയെങ്കിലും വല്ല ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കൈയാണ്, കൈയുടെ ഒരു ഇതാണ് ഇതിൻ്റെ ഭംഗി. ഈ കയ്യിൽ വന്നേക്കുന്ന ഈ ഒരു നെറ്റ് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഈ ഡ്രസ്സിൻ്റെ. വേറെ ഒന്നുമില്ല സ്പെഷ്യലായിട്ട്, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല അത് പറയാനായിട്ട്. പക്ഷെ നല്ല ഭംഗിയാണത് ഇട്ട് കഴിയുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ എന്താ സിമ്പിളായിട്ടുള്ളൊരു നോർമൽ ഒരു ടോപ്പ്. ഇത് നമ്മൾ നിക്കറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സ്കേർട്ടിൻ്റെ കൂടെ ഇടാം, ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന ആ ഒരു ടോപ്പ്. പിന്നെ ഇതൊരു ഡ്രസ്സാണ്. അപ്പോൾ ഇത് മാത്രമായിട്ട് ഇടിപ്പിക്കണം, സിമ്പിളായിട്ട് ഇടാൻ പറ്റിയൊരു ഡ്രസ്സാണിത്. അപ്പോൾ ഇതിങ്ങനെ ചൂട് സമയത്തൊന്നും ഇടാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. ഇതെല്ലാം സിമ്പിളായിട്ടുള്ള കുറച്ച് ഫ്രോക്കുകളൊക്കെയാണ്. ഇതും പിന്നെ പിന്നെ ദാസമോളുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ എടുത്തു കൊടുത്തൊരു ടോപ്പാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ വിനിത രാജീവ്. ബൈ ബൈ.